പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൈതാരം തറയിൽപ്പറമ്പ് ചിത്ര അനിൽകുമാറിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. പുനർജനി പറവൂരിന് പുതുജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൈതാരം തറയിൽപ്പറമ്പ് ചിത്ര അനിൽകുമാറിന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. ഒരുപാട് പാവപ്പെട്ടവർ സാധാരണക്കാരുള്ള സ്ഥലമാണ്. നമ്മളൊരു 10 വീട് കൊടുക്കുമ്പോൾ ഒരു 100 വീടിന് ആവശ്യക്കാരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരിക്കലും തീരാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ലൈഫ് പദ്ധതി, സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയെല്ലാം വഴിയിലാണ് കിടക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള വീടുകൾ, മത്സ്യത്തൊഴിലാളികൾക്കുള്ള വീടുകൾ, ഇതെല്ലാം ഈ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തിയോടുകൂടി സാധാരണഗതിയിൽ നടക്കുന്നതിൻ്റെ ഒരു 1/3 പോലും ഭവന നിർമ്മാണ ലൈഫ് പദ്ധതിയിൽ നടത്തുന്നത്. വലിയ ഗതികേടിലേക്കാണ് അത് പോകുന്നത്. കൊട്ടിഘോഷിക്കപ്പെട്ട ലൈഫ് പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയാതെ കഴിഞ്ഞ പ്രാവശ്യം 10-15% മാത്രമാണ് സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് ലൈഫിന് വേണ്ടി ചെലവഴിച്ചത്. അപ്പോൾ അതനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള ഭവന നിർമ്മാണങ്ങൾ നടക്കുന്നില്ല. മൊത്തം ജനറൽ കാറ്റഗറിയിൽ നടക്കുന്നില്ല. ഏത് കാലത്തും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേകമായ പദ്ധതികൾ എല്ലാം നടത്തിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഈ 5 വ്യത്യസ്ത പദ്ധതികളിലായി 4,55,000 വീട് വച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ 8 കൊല്ലമായിട്ട് ഈ പദ്ധതികളിലെല്ലാം കൂടി 3 ലക്ഷത്തോളം വീടുകൾ മാത്രമാണ് വെച്ചിരിക്കുന്നത്. അതാണ് പദ്ധതിയുടെ പ്രചരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നിർമ്മാണ പ്രവർത്തനം. അപ്പോൾ അതനുസരിച്ചുള്ള ഈ ഡിമാൻഡ്, വീടില്ലാത്തവർ, ഭവനരഹിതരായ ആളുകളുടെ, ഭൂരഹിതരായ ആളുകളുടെ ഡിമാൻഡുകൾ വർദ്ധിക്കുക. പോരാളി ഷാജി ഒരു പ്രധാന CPM നേതാവിന്റെ സമൂഹ മാധ്യമ സംവിധാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചെങ്കതിരും പൊൻകതിരുമൊക്കെ മറ്റ് 2 പേരുടേതാണ്. ഇവരൊക്കെ പരസ്പരം പോരാടാൻ തുടങ്ങി. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് പരസ്പര വിരുദ്ധമാണ്. ബംഗാളിലും ത്രിപുരയിലും CPMൽ സംഭവിച്ചത് കേരളത്തിലും നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബംഗാളിൽ അധികാരത്തിന്റെ അവസാന കാലത്ത് കാട്ടിയ അഹങ്കാരവും ധിക്കാരവുമാണ് തുടർഭരണം കിട്ടിയതിനു ശേഷം കേരളത്തിൽ നടക്കുന്നത്. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. 2ഇടത്തും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് UDF ആയിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പുനർജനി പദ്ധതിയിൽ ഈ വർഷം കൂടുതൽ വീടുകൾ നിർമ്മിക്കും. പുനർജനി ഒരു ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല, ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടികളുമുണ്ട്. സർക്കാരിന്റെ ലൈഫ് പദ്ധതി വഴിയിലായ സാഹചര്യത്തിൽ വീടുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിന് അർഹത മാത്രമാണ് മാനദണ്ഡം. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് പുനർജനിക്കെതിരെ വിജിലൻസ് അന്വേഷിച്ച് പരാതി മടക്കിയതാണ്. പ്രോസിക്യൂഷൻ അനുമതി തേടിയപ്പോൾ പരാതിയിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് സ്പീക്കർ തള്ളി. പിന്നാലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനും ഡിവിഷൻ ബെഞ്ചിനും നൽകിയ പരാതികൾ നോട്ടീസ് പോലും അയക്കാതെ പ്രാരംഭഘട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉയർന്നപ്പോഴാണ് 1 വർഷം മുമ്പ് ക്വിക്ക് വെരിഫിക്കേഷന് നിർദ്ദേശം നൽകിയത്. ഇതുവരെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.